I'm Shyna. Welcome to Shyna's Kitchen. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സ്പോഞ്ച് കേക്കിൻ്റെ ഫോർമുല റെസിപ്പിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഹാഫ് കെ ജിയിൽ എത്ര ഇൻഗ്രീഡിയൻസ് എടുക്കണം, 1 kg എത്ര ഇൻഗ്രീഡിയൻസ് എടുക്കണം, അതൊക്കെ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഇതിന് മുന്നത്തെ എൻ്റെ ബേക്കിംഗ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് സ്പോഞ്ച് കേക്കിൻ്റെ ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു ചാർട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1 എഗ് റെസിപ്പി, ഇത് 2 എഗ് റെസിപ്പി, ഇത് 3 എഗ് റെസിപ്പി, പിന്നെ ഇത് 4 എഗ് റെസിപ്പി. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്തു വെച്ചോളൂ കേട്ടോ. അപ്പോൾ 1 എഗ് റെസിപ്പിയാണത്. ഇതിൽ നമ്മൾ ഒരു മുട്ട എടുക്കുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് പഞ്ചസാര, ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു മുട്ടയ്ക്ക് 1/4 കപ്പ് മൈദ, 1/4 കപ്പ് പഞ്ചസാര, പിന്നെ ബേക്കിംഗ് പൗഡർ 1/8 ടീസ്പൂൺ. അപ്പോൾ 1/8 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 1/4 ടീസ്പൂണിൻ്റെ പകുതി. 1/4 ടീസ്പൂൺ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഏകദേശം 2 നുള്ളി ഇട്ടാൽ മതിയാവും കേട്ടോ. അതുപോലെ ഇതിലേക്ക് 1/16 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇടേണ്ടത്. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വിരലിൻ്റെ തുമ്പുകൊണ്ട് ഒരു നുള്ള് എടുക്കാം. അപ്പോൾ ഇങ്ങനെ വേണം എടുക്കാനായിട്ട്, അല്ലാതെ ഈ വിരലിൻ്റെ ഇടയിൽ എടുത്തിട്ട് അങ്ങനത്തെ നുള്ളല്ല എടുക്കണ്ടേ. ഈ തുമ്പ് വെച്ചിട്ട് ഒരു നുള്ള്, അതാണ് 1/16 ബേക്കിംഗ് സോഡ. അങ്ങനെ 1/16 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കാം. 1/4 ടീസ്പൂൺ വാനില എസൻസ്, ഓയിൽ 1/2 ടേബിൾ സ്പൂൺ തുടങ്ങി 1 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ആണ് എടുക്കാറ്. അപ്പോൾ ഓയിലും പാലും 1 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ വെച്ച് എടുത്തു കഴിഞ്ഞാൽ കേക്ക് നല്ലപോലെ സോഫ്റ്റും മോയിസ്റ്റായിട്ട് കിട്ടും. അതാണ് മാക്സിമം അളവ്. അതിലും കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഇത്രയും സോഫ്റ്റ് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ 2ഉം 1/2 ടേബിൾ സ്പൂൺ വീതം എടുത്താൽ മതിയാവും. അതുപോലെ മിൽക്ക് പൗഡർ 1 ടീസ്പൂൺ, അത് ഓപ്ഷണലാണ്. നമ്മൾ കൂടുതൽ ടേസ്റ്റിന് വേണ്ടി ചേർക്കേണ്ടതാണ് മിൽക്ക് പൗഡർ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ അതേ റേഷ്യോയിലാണ് നമ്മൾ ഈ 3 കേക്ക്സും റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഒരു മുട്ടയ്ക്ക് 1/4 കപ്പ് മൈദ എടുക്കുമ്പോൾ 2 മുട്ടയ്ക്ക് 1/2 കപ്പ് മൈദ, അതുപോലെ 3 മുട്ടയ്ക്ക് 3/4 കപ്പ് മൈദ, 4 മുട്ടയ്ക്ക് 1 കപ്പ് മൈദ. അപ്പോൾ ഓരോ മുട്ട വെച്ച് കൂടുമ്പോൾ നമുക്ക് 1/4 കപ്പ് മൈദ, അതുപോലെ 1/4 കപ്പ് പഞ്ചസാര കൂട്ടി കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടി കൊടുക്കാം. അതുപോലെ ബേക്കിംഗ് പൗഡർ 1/8 ടീസ്പൂണിൻ്റെ ഡബിളാണ് 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂണിൻ്റെ ഡബിളാണ് 1/2 ടീസ്പൂൺ. അപ്പോൾ ഈ റെസിപ്പീസ് എല്ലാം ഞാൻ ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ഷോർട്ട് സക്സസ്ഫുൾ ആണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഫോളോ ചെയ്യാം. പിന്നെ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ, ബേക്കിംഗ് ക്ലാസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഈ കേക്ക്സ് എല്ലാം റെഡിയാക്കാനായിട്ട്. പിന്നെ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് വെച്ച് നിങ്ങൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കേക്ക് നല്ല സോഫ്റ്റും മോയിസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ ഈ റെസിപ്പിയിൽ ഓയിൽ 1-2 ടേബിൾ സ്പൂൺ അങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർക്കാറുള്ളത്. അപ്പോൾ ഈ 2 മുട്ടയുടെ റെസിപ്പിയാണ് നമ്മൾ 1/2 കിലോ കേക്കിന് സ്പോഞ്ച് കേക്ക് റെഡിയാക്കുമ്പോൾ എടുക്കണ്ടേ. ഇത് 1/2 kg കേക്കിൻ്റെ റെസിപ്പിയാണ്. ഐസിങ്ങോട് കൂടി ഈ സ്പോഞ്ച് കേക്ക് വെച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ 1/2 kg നമുക്ക് കിട്ടും. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ടേബിൾ സ്പൂൺ പാല്, ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ റെസിപ്പി ചെയ്താൽ മതി കേട്ടോ. അതുപോലെ 3 മുട്ടയുടെ റെസിപ്പി വെച്ച് നിങ്ങൾക്ക് 1 kg കേക്കിനുള്ള സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാം. 7 ഇഞ്ചിൻ്റെ ടിന്നാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ മതി. 8 ഇഞ്ചിൻ്റെ ടിന്നാണെങ്കിൽ ഈ 4 മുട്ടയുടെ റെസിപ്പി ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 1 kg കേക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 3 എഗ്ഗിൻ്റെ റെസിപ്പിയും ഫോളോ ചെയ്യാം, 4 എഗ്ഗിൻ്റെ റെസിപ്പിയും ഫോളോ ചെയ്യാം. അപ്പോൾ കേക്ക് ടീൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് 1 kg കേക്കിന് 3 എഗ്ഗിൻ്റെ റെസിപ്പിയോ 4 എഗ്ഗിൻ്റെ റെസിപ്പിയോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ.
അപ്പം ഞാൻ ഈ 4 എഗ്ഗിൻ്റെ റെസിപ്പിയാണ് 1 kg കേക്കിന് വേണ്ടി ചെയ്യാറ്. പിന്നെ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഈ സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി. അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ 1 എഗ്ഗ് റെസിപ്പി ആകുമ്പോൾ നമ്മൾ 3/4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1/4 കപ്പ് മൈദയിൽ നിന്ന് 3/4 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റണം. എന്നിട്ട് അതിന് പകരം നമ്മൾ 3/4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ 2 എഗ്ഗ് റെസിപ്പിയിൽ 1/2 കപ്പ് മൈദയാണ് ചേർക്കുക, 1/2 കപ്പ് മൈദയാണ് ചേർക്കുക. അതിൽ നിന്ന് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റിയിട്ട് അതിന് പകരം 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അതുപോലെ 3 എഗ്ഗിൻ്റെ റെസിപ്പിയിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ 3 എഗ്ഗിൻ്റെ റെസിപ്പിയിൽ നിന്ന് നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റിയിട്ട് അതിന് പകരം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ 4 മുട്ടയുടെ റെസിപ്പിയിൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് മൈദയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റിയിട്ട് അതിന് പകരം നമ്മൾ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഈ 1 എഗ്ഗിൻ്റെ റെസിപ്പി നമുക്ക് റെയിൻബോ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോ കളറിൻ്റെ കേക്ക് വെവ്വേറെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഓരോ കളറിൻ്റെ കേക്കും നമുക്ക് അത്യാവശ്യം ഹൈറ്റായിട്ട് കിട്ടും. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രം നിങ്ങൾ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. പിന്നെ ഈ മുകളിലുള്ള വാനില സ്പോഞ്ച് കേക്കിൻ്റെ സെയിം റെസിപ്പി ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ട്രോബെറി കേക്ക്, മാംഗോ കേക്ക് അങ്ങനെ ഏത് ഫ്ലേവറിലുള്ള കേക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് 1/2 kgയുടെ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 kgയുടെ വാനില സ്പോഞ്ച് കേക്കിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ അളന്ന് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അരിപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1/8 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 1/4 ടീസ്പൂണിൻ്റെ പകുതി. അപ്പോൾ ഇത് നല്ലപോലെ അരിച്ചു കൊടുക്കാം. ഇത് 2 പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്നും കൂടി അരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാറ്റർ ഉണ്ടാക്കാം. അതിന് മുന്നേ തന്നെ ഞാൻ കേക്ക് ടിൻ ലൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇനി പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. ഈ പ്രീ ഹീറ്റ് ചെയ്യണ വീഡിയോയും ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഈ ബൗളിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കേക്ക് ടിനും ലൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടിയിൽ മാത്രം ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബീറ്ററും സ്പാറ്റുലയും എല്ലാം ഈ ബൗളിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ബീറ്റ് ചെയ്യണതിന് മുന്നേ തന്നെ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ മുട്ടയുടെ മണം നല്ലപോലെ കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിക്കാതെ തന്നെയാണ് ഇട്ട് കൊടുക്കാറ്. പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ മുട്ട നല്ലപോലെ പതഞ്ഞു കിട്ടും. അതുപോലെ നല്ല സ്പീഡിൽ തന്നെ പതഞ്ഞു കിട്ടും. അപ്പോൾ പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമില്ല. ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്
ഞങ്ങളുടെ വീട്ടിലുള്ള മുട്ട വെച്ചിട്ടാണ് ഈ കേക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഡാർക്ക് യെല്ലോ കളർ വന്നിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബ്രോയിലർ മുട്ട വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കലേ പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. മുട്ട നല്ലപോലെ പതഞ്ഞ് റിബൺ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കൺസിസ്റ്റൻസി ആവുന്ന വരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. സൈഡിലുള്ള പഞ്ചസാരയൊക്കെ ഒന്ന് സ്ക്രാപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റിബൺ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഐസ്ക്രീം കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരിവ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ആവാനായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെസിപ്പിയിൽ 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ പാലിന് പകരം 1/4 കപ്പ് ഓയിൽ മാത്രമായിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. പാല് ചേർക്കാതെ ഓയിൽ മാത്രം ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കരുത്, കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാൻ. സ്പാറ്റില വെച്ച് നല്ലപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നാൽ ഓവർ മിക്സ് ചെയ്യാനും പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്ററിൽ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുത്താലും മതി. പക്ഷെ ഇതുപോലെ സ്പാറ്റുല വെച്ച് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ട താന്ന് പോവില്ല. നമ്മൾ പതുക്കെ ഇളക്കുമ്പോൾ മുട്ട താന്ന് പോകാനുള്ള ചാൻസസ് കുറവാണ്. പൊടി നല്ലപോലെ ബാറ്ററിൽ മിക്സ് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഈ ഫോൾഡിങ് ശരിയായാൽ മാത്രമേ നമ്മുടെ കേക്കിന് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് ബാറ്ററിന് വേണ്ടത് കേട്ടോ. ഇതുപോലെ സ്പാറ്റുല വെച്ചിട്ട് ബാറ്റർ നല്ലപോലെ വടിച്ച് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് നല്ലപോലെ ടാപ്പ് ചെയ്ത് പ്രീഹീറ്റ് ചെയ്ത അവനിലോട്ട് വെച്ച് കൊടുത്ത ശേഷം അത് വേവാൻ ഏകദേശം 20 തൊട്ട് 25 മിനിറ്റ് എടുക്കും. അപ്പോൾ ആ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 25 മിനിറ്റിൻ്റെ ടൈമർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 25 മിനിറ്റിന് ശേഷം ഇത് വെന്തോ നോക്കാം. അപ്പോൾ 25 മിനിറ്റ് ആയപ്പോൾ ഈ കേക്ക് നല്ലപോലെ പൊങ്ങി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലീനായി വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ ചൂട് ശരിക്കും പോയിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റിമൂവ് ചെയ്ത് എടുത്തതാണ്. കേക്ക് വളരെ സോഫ്റ്റും ഡെലിക്കേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേക്ക് വളരെ സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനിത് നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം. എത്ര സോഫ്റ്റും ഡെലിക്കേറ്റ് ആയിട്ടായി കേക്ക് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, വളരെ സോഫ്റ്റും സ്പഞ്ചി ആയിട്ടാണ് ഈ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പം ഞാനിത് കഴിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, നല്ല മോയിസ്റ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.